മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ച മിഷൻ സമുദ്ര പദ്ധതിയിലെ ടാറ്റ കപ്പൽശാല നിർമ്മാണം മുൻ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് തുടക്കമിട്ടതാണെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്ത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് നടന്ന 2025 ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിലാണ് ഈ സംയുക്ത സംരംഭത്തിനായുള്ള ധാരണാപത്രം ഒപ്പിട്ടത്. അന്നത്തെ വ്യവസായ മന്ത്രി പി രാജീവ് മുംബൈയിലെത്തി ടാറ്റ ഗ്രൂപ്പ് എൻ ചന്ദ്രശേഖരനുമായി നടത്തിയ ചർച്ചകളുടെ ഫലമായാണ് ഈ പദ്ധതി കേരളത്തിൽ നടത്തിയത്. ഭൂമി കയ്യേറ്റത്തിനുള്ള അനുമതി പകർപ്പും ധാരണാപത്രം ഒപ്പിടുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. കപ്പൽ നിർമ്മാണശാലയ്ക്കായി ടാറ്റ 10,000 കോടി രൂപ നിക്ഷേപിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ആദ്യ പ്രഖ്യാപനം. എന്നാൽ ഇത്തരമൊരു പദ്ധതി തങ്ങളുടെ അജണ്ടയിലില്ല എന്ന് ടാറ്റ ഗ്രൂപ്പിനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തതോടെ സംഭവം വിവാദമായി. ഇതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണവുമായി രംഗത്തെത്തി. വരും വർഷങ്ങളിൽ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാൻ ആകെ 10,000 കോടി രൂപ നിക്ഷേപ സാധ്യതയാണ് ഉദ്ദേശിച്ചത്. ടാറ്റയുമായി ഇത്രയും തുകയുടെ ഏക നിക്ഷേപ കരാർ ഉറപ്പിച്ചുവെന്ന് ഇതിനർത്ഥമല്ല. സർക്കാരിന്റെ കാലത്ത് കൊച്ചിയിൽ മുൻ ടാറ്റയുടെ കീഴിലുള്ള ലിസ്റ്റ് കമ്പനിയായ ആർട്ടിസൺ എഞ്ചിനീയറിംഗ് ആരംഭിക്കാൻ ലക്ഷ്യമിട്ട് 5,000 കോടി പദ്ധതിയാണ് ഇപ്പോൾ മിഷൻ സമുദ്രത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കൊച്ചി പോർട്ട് ട്രാൻസിറ്റിന്റെ ഉടമസ്ഥതയിലുള്ളതും നിലവിൽ മലബാർ സിമന്റ്സ് ലീസിനെടുത്തിരിക്കുന്നതുമായ 6.98 ഏക്കർ ഭൂമി ഇതിനായുള്ള സർക്കാർ ഉത്തരവ് 2025 ഫെബ്രുവരി 19 പുറത്തിറങ്ങിയിരുന്നു. ആദ്യഘട്ടത്തിൽ 100 ടണിൽ താഴെ ഭാരമുള്ള ബോട്ടുകളുടെ നിർമ്മാണം, പിന്നീട് വലിയ കപ്പലുകളുടെ നിർമ്മാണത്തിലേക്ക് വ്യാപിപ്പിക്കും എന്നിവയായിരുന്നു ലക്ഷ്യം. 2024 ഡിസംബറിൽ അന്നത്തെ വ്യവസായ മന്ത്രി പി രാജീവ് നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായി 2025 ഫെബ്രുവരി 21, 22 തീയതികളിൽ നടന്ന ആഗോള നിക്ഷേപ സംഗമത്തിലാണ് ഈ പദ്ധതി ധാരണാപത്രം ഒപ്പുവെച്ചത്.